ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. ഞാൻ വരാം. വെക്കട്ടെ, അച്ഛൻ കഴിച്ചോ? ഞാനിപ്പോ വരാം. അറേഞ്ച്മെന്റ്സ് എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാ, നന്നായിട്ടുണ്ട്. സാർ യതീന്ദ്ര സാറിന്റെ ബന്ധുവാണോ അതോ വിശ്വനാഥ് സാറിന്റെ ബന്ധുവാണോ? ഞങ്ങൾ യതീന്ദ്ര സാറിന്റെ നാട്ടിലെ പണിക്കാരാ സാറേ. ഇങ്ങനെ ഒരു കല്യാണം ഞങ്ങളുടെ നാട്ടിൽ കണ്ടിട്ടില്ല. സാറെന്താ കഴിക്കാതിരിക്കുന്ന? കഴിക്ക് സാറേ. എന്തു പറ്റി സാറേ? ഭക്ഷണമൊക്കെ ഉഗ്രനാ. സാറൊന്ന് കഴിച്ചു നോക്ക്. എല്ലാം കൂടി കൂട്ടിയിട്ട് കഴിക്ക് സാറേ. താനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അല്ല, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ സാറേ. എന്തു പറ്റി? എന്താ? ഇയാളുടെ ശല്യം കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റണ്ടേ? ഞങ്ങളെന്താ ഈ വിഭവങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. അയ്യോ പ്ലീസ്, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു വയ്ക്കാം. കഴിക്കാതെ പോരുത്. പത്മേടത്തി, അന്തസ്സുള്ളവരെ ക്ഷണിച്ചു വരുത്തിയിട്ട് തെരുവിൽ കിടക്കുന്നവരെ വിളിച്ചു കൂടെ ഇരുത്തി കൊടുത്താൽ ആർക്കാ കഴിക്കാൻ തോന്നുക? വാടം. സാറേ, എന്താ പ്രശ്നം? മോളെ, ഞാൻ നിന്റെ അച്ഛൻ എന്തിനാടി ഇപ്പൊ ഈ കൂട്ടത്തിൽ കൊണ്ടുവന്ന് ഇരുത്തേ? എഴുന്നേക്കടോ. ഒരു തവണ ഞാൻ നിന്നോട് പറഞ്ഞതാ ഈ ഭക്ഷണശാലയിൽ നിന്നെ കണ്ടുപോരുന്നു. അപ്പൊ അച്ഛനെയും കെട്ടിയെടുത്തോണ്ട് വന്നിരിക്കുന്നു. നിനക്ക് നിന്റെ അച്ഛന് ഭക്ഷണം വിളമ്പി കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും മൂലയിൽ കൊണ്ടുപോയി ഇരുത്തി കൊടുക്കുക. പത്മ, എന്തു പറ്റി? ആ KSEB എഞ്ചിനീയർ മോഹൻ സാറിന്റെ അടുക്കലേ ഇയാള് മോശമായിട്ട് പെരുമാറി. അങ്ങേര് കഴിക്കാണ്ട് എണീറ്റ് പോയി. ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ല സാറേ. ആരാ ഇവിടുന്നാന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. ഇതൊക്കെ അന്വേഷിക്കാൻ താനാരാ? ഈ രണ്ടെണ്ണം ഇവിടെ കാലുകുത്തിയാൽ പിന്നെ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായെന്നറിയോ? സ്വാതന്ത്ര്യം കൊടുത്ത് കുറച്ച് കൂടിപ്പോയി ചേട്ടാ. അച്ഛന്റെയും മോളുടെയും വിചാരം അവര് നിങ്ങൾക്കൊപ്പം എത്തിയെന്നാ. ഇനിയിപ്പോ വേറെ മാർഗമൊന്നുമില്ല. നിങ്ങൾ വേലക്കാരുടെ സ്ഥാനത്തേക്ക് താഴ്ന്നു കൊടുത്തേ പറ്റൂ. മോശമായിപ്പോയി. ഭക്ഷണം കഴിക്കാനിരുന്ന ഒരാളെ എഴുന്നേൽപ്പിച്ചു വിടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ തെറ്റൊന്നുമില്ല. നമ്മൾ ക്ഷണിച്ചു വരുത്തിയവര് ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോയതില് നിങ്ങൾ തെറ്റൊന്നും കണ്ടില്ലല്ലോ. ആ വേലക്കാരനും അയാളുടെ മകൾക്കും വേണ്ടിയിട്ട് ഇനിയും എൻ്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കരുത്. പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ അവരെ പറഞ്ഞു വിടാൻ നോക്ക്. അച്ഛൻ കൈവച്ച ഭക്ഷണം തട്ടിത്തെറിപ്പിച്ചിട്ട് അവരിറക്കി വിട്ടത്. ഒരു നിമിഷം കൂടെ അവിടെ നിന്നിരുന്നെങ്കിലേ മുതലാളിയുടെ ഭാര്യ എന്നൊന്നും ഞാൻ നോക്കില്ലായിരുന്നു.
മോളെ, എന്റെ അച്ഛന്റെ യോഗ്യതയെ കുറിച്ച് പറയാൻ അവർക്ക് എന്തറിയാം? അവർക്ക് കൊട്ടാരം ഉണ്ടായിരിക്കും, ഒരുപാട് പണം ഉണ്ടായിരിക്കാം. പക്ഷെ സ്വന്തം കുടുംബത്തിനകത്ത് ഒരാളെ അവരെ സ്നേഹിക്കുന്ന അച്ഛൻ കണ്ടിട്ടുണ്ടോ? അതെങ്ങനെയാ? മക്കളെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് കാണുന്ന ആൾക്ക് ലോകത്ത് മറ്റാരെ ശത്രുവായിട്ട് കാണാനാ ബുദ്ധിമുട്ട്? മോളെ വേണ്ട. അച്ഛന്റെ വിശപ്പ് എനിക്ക് പ്രശ്നം. അച്ഛൻ ആ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് എനിക്ക് നാണക്കേടാ. ഞാൻ പറയും. അച്ഛൻ ഈ നാണക്കിടക്ക് കുറെ സഹിച്ചിട്ടുണ്ട് മോളെ. ഇപ്പോഴൊന്നുമല്ല, കുറെ മുമ്പ്. അന്ന് നമുക്ക് പട്ടിണിക്കാലമായിരുന്നു. നിങ്ങളും മൂന്നാളും വിശന്ന് കരയുന്ന ഒരു ദിവസം അച്ഛനൊരു കല്യാണപ്പന്തലിലേക്ക് ചെന്ന് കയറി. വിളിച്ച കല്യാണമൊന്നുമല്ല. എന്നിട്ടും അവിടെ വിളമ്പിയത് ഇലയോടുകൂടി മടക്കിയെടുത്ത് വീട്ടിലേക്ക് പോവാൻ തുടങ്ങിയതായിരുന്നു. ആ കല്യാണ വീട്ടുകാരൻ അത് കണ്ടു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പൊതി അഴിച്ചു. തന്നെ ആരാ കല്യാണം വിളിച്ചത്, കക്കാൻ കയറിയതാണോന്ന് ചോദിച്ച് താടിക്കിട്ടൊരു തട്ടും തന്നു. അച്ഛൻ അന്ന് വലിയ സങ്കടമൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം അച്ഛൻ അന്നതെടുത്തത് മക്കളുടെ വിശപ്പടക്കാനല്ലേ. അത് തെറ്റായിട്ടൊന്നും അച്ഛന് തോന്നിയില്ല. പോട്ടെ മോളെ, നമ്മൾ അവിടെ ചെന്നിരിക്കാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ അച്ഛന്റെ ഈ രൂപവും വിയർപ്പിന്റെ ചൂരൊന്നും ഇവിടെ വന്നിരിക്കുന്ന ആരും സഹിക്കില്ല. നമ്മുടെ തെറ്റിന് നമ്മൾ എന്തിനാ അവരെ കുറ്റം പറയുന്നേ? മോളെ, ഒന്നും മനസ്സിൽ വയ്ക്കരുത്. പത്മാമേടത്തോട് ഒരു വാക്കുപോലും എതിർത്ത് പറയാൻ പാടില്ല. കല്യാണത്തിന് വന്ന നമ്മള് അത് കഴിഞ്ഞാൽ ഉടൻ മടങ്ങുന്നു, അത്ര മതി. അച്ഛന് കഴിക്കാൻ എന്തെങ്കിലും ഞാൻ എടുത്തിട്ട് വരട്ടെ? ഒന്നും വേണ്ട. ഇനി തൊണ്ടേന്ന് ഇറങ്ങില്ല മോളെ. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു വച്ചാ, നമുക്ക് കല്യാണങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഒക്കെ പോവാം. അതും നമ്മളെ പോലുള്ളവരുടെ വീട്ടില്. അല്ലാതെ ഈ മേളവും ആഡംബരവും ഉള്ള സ്ഥലമൊന്നും നമുക്ക് ശരിയാവില്ല. നമുക്ക് രണ്ടുപിടി വറ്റ തന്നെ എന്തിനാ ഈ ലൈറ്റും വാദ്യങ്ങളും ഒക്കെ? നമ്മുടെ വിശപ്പ് നമ്മൾ മാത്രം അറിഞ്ഞ പോരെ.